കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. സംഭവത്തിൽ 15-കാരൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്തു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെയാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ്, 15-കാരൻ, സ്പോർട്സ് കടയുടമ, കോഴിക്കടയുടമ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കട ഉടമ നൌഷാദ്, ഫായിസ് എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ കെ പ്രശാന്ത് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുൻപ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. ഇയാളും കേസിൽ പ്രതിയാണ്. 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ എത്തി പെൺകുട്ടിയെ കൗൺസലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി കടുത്ത ലൈംഗിക ചൂഷണത്തിനിരയായതായാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ ചന്ദേര പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. അതുകൊണ്ടുതന്നെയാണ് പീഡന വിവരം അറിയാൻ വൈകിയതും. ന്യൂസ് ബ്യൂറോ, ചന്ദേര.